വിജയ് പ്രതിക്കൂട്ടിൽ. കരൂർ ദുരന്തത്തിൽ അറസ്റ്റിലായ TVK നേതാക്കളായ മതിയഴകൻ, പൗൺരാജ് എന്നിവരെ കോടതിയിൽ ഹാജരാക്കുകയാണെന്ന്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുന്നത്. അവിടെ നിന്ന് പുതിയ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ട്. അതേസമയം കരൂർ ദുരന്തത്തിൽ ഒളിവിലുള്ള TVK നേതാക്കൾക്കായി വ്യാപകമായ തിരച്ചിൽ നടക്കുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. TVKയുടെ പൊതുസമ്മേളനത്തിന് മുന്നോടിയായി കരൂരിൽ പോലീസ് നൽകിയ നിർദ്ദേശങ്ങൾ സംഘാടകർ ലംഘിച്ചു എന്ന കണ്ടെത്തലിലേക്കും അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. അതേസമയം വിവാദ പോസ്റ്റുമായി TVK ജനറൽ സെക്രട്ടറി ആധവ് അർജുന രംഗത്ത് വന്നു. പോലീസ് TVK പ്രവർത്തകനെ തല്ലുന്ന ദൃശ്യങ്ങളുമായി ആയിരുന്നു ഈ പോസ്റ്റ്. യുവജന വിപ്ലവത്തിന് സമയമായെന്നും ശ്രീലങ്കയും നേപ്പാളും ആവർത്തിക്കാനും ആഹ്വാനം ചെയ്യുന്നതായിരുന്നു ഈ പോസ്റ്റ് വിവാദമായതോടെ പിന്നീട് പിൻവലിച്ചു. വില്ലുപുരത്തെ TVK നേതാവ് മുൻമന്ത്രി സെന്തിൽ ബാലാജിയുടെ പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കരൂർ ദുരന്തത്തിന് പിന്നാലെ ഇയാൾ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. വില്ലുപുരത്തെ TVK നേതാവ് മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമൊക്കെ തമിഴകത്ത് ഇപ്പോൾ സജീവമാവുകയാണ്. KB ശ്രീധരനാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് ഈ കരൂർ ദുരന്തത്തിൽ അറസ്റ്റിലായ TVK നേതാക്കളായ മതിയഴക്കൻ, പൗൺരാജ് എന്നിവരെ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ്. മറ്റ് നേതാക്കൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഏത് ഘട്ടത്തിലെത്തി? അവർ തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടോ? അക്കാര്യത്തിലൊക്കെ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? എത്രത്തോളം കർശനമായ ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? രതീഷ്, പോലീസിന്റെ ഭാഗത്തുനിന്ന് സജീവമായിട്ടുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ട്രിച്ചി കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണം, അതായത് TVK ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബുസി ആനന്ദ്, അതുപോലെ തന്നെ ജോയിന്റ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള CD നിർമ്മൽകുമാർ എന്നിവർക്ക് വേണ്ടി നടത്തുന്നുണ്ട്. ഏതായാലും ഇവർ സംസ്ഥാനം വിട്ടിട്ടുണ്ടാവില്ല എന്നുള്ള വിലയിരുത്തലിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. ഏതായാലും ഇവർക്ക് വേണ്ടി ഇവരെ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ള സൂചനകൾ പുറത്തു വന്നതോടുകൂടി ഇവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകാനുള്ള നീക്കത്തിലാണ് ഇവർ നടത്തുന്നത്. ഇതിന് തൊട്ടു മുൻപാണ്, അതായത് ഇന്നലെ രാത്രിയോട് കൂടിയാണ് TVKയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മതിയഴകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ, നേരത്തെ രജിസ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് രാവിലെ പൗൺരാജ് എന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിയെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ശ്രീധര, ഈ വില്ലുപുരത്തെ TVK നേതാവ് മുൻമന്ത്രി സെന്തിൽ ബാലാജിയുടെ പേര്, അദ്ദേഹം കരൂരുകാരനല്ലോ, സെന്തിൽ ബാലാജിയുടെ പേര് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്തൊരു സംഭവം കൂടി ഉണ്ടല്ലോ. ഈ വില്ലുപുരത്തെ ആത്മഹത്യ ചെയ്ത നേതാവിന് ഈ സംഘാടനവുമായി ബന്ധമുണ്ടായിരുന്ന ആളാണോ? അദ്ദേഹവും കേസിൽ പ്രതിയാണോ? വിഴുപുരത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്, TVKയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ആത്മഹത്യ ചെയ്ത അയ്യപ്പൻ എന്നുള്ളത്. ഈ കരൂർ ദുരന്തത്തിന് പിന്നാലെ വിജയ്ക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ, ആരോപണങ്ങൾ ഒക്കെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ DMK മന്ത്രിമാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉയർന്നിരുന്നു. ഇതിലെല്ലാം ഇദ്ദേഹം വലിയ മാനസികമായിട്ട് ബുദ്ധിമുട്ടിലായിരുന്നു, സമ്മർദ്ദത്തിലായിരുന്നു. അതായത് വിജയോട് കടുത്ത ആരാധനയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഈ ആത്മഹത്യ ചെയ്ത ഈ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി. ഇതിലൊക്കെ മനംനൊന്താണ് അദ്ദേഹം ഇന്നലെ രാത്രി വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ഏതായാലും ഒരു ആത്മഹത്യാക്കുറിപ്പും പോലീസ് ഇതിൽ കണ്ടെടുക്കുന്നുണ്ട്. അതിലാണ് സെന്തിൽ ബാലാജിയാണ് ഈ കരൂർ ദുരന്തത്തിന് കാരണക്കാരൻ എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള വരികളുള്ളത്. അതായത് പോലീസ് മതിയായിട്ടുള്ള സുരക്ഷ ഒരുക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ സെന്തിൽ ബാലാജി അദ്ദേഹത്തിന്റെ സമ്മർദ്ദം മൂലം പോലീസ് മതിയായിട്ടുള്ള സുരക്ഷ ഒരുക്കിയിട്ടില്ല എന്നുള്ള അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് നൽകുന്ന വിവരം എന്നത് പോലീസ് നേരത്തെ തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അത് TVK പ്രവർത്തകർ, നേതാക്കൾ പാലിച്ചില്ല. സംഘാടനത്തിൽ പിഴവുണ്ടായി, അതുകൊണ്ട് അപകടമുണ്ടായി എന്ന നിലയിലല്ലേ. മാത്രമല്ല, അതിനിടയിൽ TVKയുടെ ജനറൽ സെക്രട്ടറി ആദവ് അർജുന വലിയ വിവാദമുണ്ടാക്കുന്ന യുവജന വിപ്ലവത്തിന് സമരമായി എന്നൊരു പോസ്റ്റുമായൊക്കെ രംഗത്ത് വരുന്നുമുണ്ടല്ലോ. തീർച്ചയായിട്ടും, അതായത് 11 മാർഗനിർദ്ദേശങ്ങൾ ഈ TVKക്ക് ഈ പര്യടനം കരൂരിൽ നടത്തുന്നതിന് പോലീസ് നൽകിയിരുന്നു. ഇതിൽ യാതൊരു തരത്തിലുള്ള നിർദ്ദേശങ്ങളും പാലിച്ചില്ല, എല്ലാം ലംഘിക്കപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ FIRൽ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഏറ്റവും പ്രധാനം, വിജയ് കൃത്യസമയത്ത് എത്തണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ വിജയ് എത്തിയത് തന്നെ 6-7 മണിക്കൂർ വൈകിയാണ്. ഇത് കൂടുതൽ ആളുകൾ അവിടെ നിൽക്കുന്നതിനും അവർ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിക്കുന്നതിനും കാരണമായി. ഇതോടൊപ്പം തന്നെ 10 മിനിറ്റ് മാത്രമേ വിജയ് സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകിയിരുന്നത്. പക്ഷേ അതും വിജയ് അംഗീകരിച്ചില്ല. അത് ഈ യോഗത്തിന് മാത്രമല്ല, ഇതിനു മുൻപ് നടന്ന യോഗങ്ങൾക്കെല്ലാം ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. വൈദ്യസഹായം, വെള്ളം
ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ കാര്യങ്ങളൊന്നും പാലിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത്. പശ്ചാത്തലത്തിൽ പക്ഷേ തമിഴ്നാട് സർക്കാർ ഒരു യോഗം വിളിച്ചതിന്റെ വിവരവും കെ ബി ശ്രീധരൻ അല്പം മുമ്പ് നൽകിയില്ല. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഈ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ, റാലികൾ നടത്തുമ്പോൾ ഏത് തരത്തിലുള്ള നിയന്ത്രണമാണ് ഉദ്ദേശിക്കുന്നത്? ഏത് തരത്തിലുള്ള ആലോചനയുടെ കാര്യത്തിൽ? ഈ വിഷയത്തിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു മാർഗരേഖ ഉണ്ടാക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്. ഈ കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ച് ഈ എന്തൊക്കെ ഈ ഒരു പര്യടനങ്ങൾ, സമ്മേളനങ്ങൾ, റാലികളൊക്കെ നടത്തുമ്പോൾ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാകും, ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആവശ്യം പൊതുവിൽ ഉയർന്നിരുന്നു. ഏതായാലും ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്, അതായത് റിട്ടയർഡ് ജസ്റ്റിസ് അരുണ ജഗദീശന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. നേരത്തെ ഒരു കാര്യം കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. ഒരാഴ്ച മുമ്പ് മദ്രാസ് ഹൈക്കോടതി ഇത്തരത്തിലൊരു ആവശ്യം പോലീസിനോടും സർക്കാരിനോടും പറഞ്ഞിരുന്നു. അതായത് വിജയുടെ പര്യടനത്തിനിടയിൽ തന്നെ നിരവധി ആളുകൾ കുഴഞ്ഞു വീഴുന്നു, പൊതുമുതൽ നശിപ്പിക്കുന്ന അവസ്ഥ വരുന്നു. ഇതിനൊക്കെ ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാനാകും എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് നൽകാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സർവകക്ഷി യോഗം. തമിഴ്നാട്ടിലെ കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു പൊതു മാർഗരേഖ, ഈ സമ്മേളനങ്ങൾ നടത്തിപ്പിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ, ദുരന്തങ്ങൾക്ക് വഴിവെക്കാതിരിക്കാനുള്ള പൊതു മാർഗരേഖയെ കുറിച്ച് പൊതുവായ ആലോചന സർക്കാർ തന്നെ മുൻകൈ എടുത്ത് നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ യോഗം വിളിച്ചിട്ടുമുണ്ട്. അതിനിടയിലാണ് കരൂരിലെ പോലീസ് നടപടി. അത് തുടരുന്നു. അറസ്റ്റ് ഉൾപ്പെടെ തുടരുകയാണ്.